പ്രാർത്ഥിക്കുന്നവന് നേരെയും ഈശാനമൂലം കൊടുങ്കാറ്റടിക്കും. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് സഞ്ചരിക്കുമ്പോഴും പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകൾ എതിരെ ആഞ്ഞടിച്ചേക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഏതൊക്കെ കാരണങ്ങളാൽ കാറ്റടിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവനും എതിരെ വരുന്ന കാറ്റിനെ അനുകൂലമാക്കി മാറ്റാനും ദൈവം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടെത്തിക്കുവാനും ശക്തനാണ് നാം സേവിക്കുന്ന ദൈവം. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള ഒരു തടവുപുള്ളിയായിട്ട് റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ വലിയ കപ്പലിന് നേരെ കൊടുങ്കാറ്റടിക്കുകയാണ്. ഈശാനം മൂലം കൊടുങ്കാറ്റടിച്ചു. കപ്പൽ തകരുമെന്നുള്ള സ്ഥിതി വന്നു. പ്രാർത്ഥിക്കുന്നവൻ അതിനകത്തുണ്ടായിട്ട്, പക്ഷേ അതിനകത്തെ പ്രത്യേകത, പ്രാർത്ഥിക്കുന്നവനെ സംരക്ഷിക്കാമെന്ന് ദൈവം വാക്കുകൊടുത്തു. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ഞായറാഴ്ച നൽകുന്ന ആലോചന ഇതാണ്. ഭക്തന്മാരാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും കൊടുങ്കാറ്റടിക്കും. ഈശാനം മൂലം കൊടുങ്കാറ്റടിക്കും. തകർത്ത് കളയുന്ന കൊടുങ്കാറ്റുകൾ അടിക്കും. അവിടെ പതറണ്ട. കൂടെ ഏത് കൊടുങ്കാറ്റടിച്ചാലും കൂടെ നിൽക്കാൻ അധികാരമുള്ളവൻ, ശക്തനായവൻ, കാറ്റിനെയും കടലിനെയും നിർമ്മിച്ചവനും അതിനെ അടക്കുന്നവനും നമ്മുടെ കൂടെയുണ്ട്. പൗലോസിനോട് സംസാരിച്ച കർത്താവ്, പൗലോസിനോട് ഇടപെട്ട ദൈവം, ആ ദൈവം മറുകര എത്തിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 27-25 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്നോട് അരുളിച്ചതുപോലെ ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിക്കുകയാണ്. ആമേൻ. കർത്താവ് എന്നോട് പറഞ്ഞു, പൗലോസേ, നീ ധൈര്യമായിരിക്കുക, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തരുന്ന ഒരു വാക്ക്, ദൈവത്തിന്റെ ശബ്ദം, അത് നമ്മുടെ അടുക്കൽ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഉറപ്പ് കിട്ടും, ദൈവം കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം കൂടെ. ഇന്ന് നിങ്ങൾ ഈ വചനം, ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ തിരിച്ചറിയുക, ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര കാറ്റടിച്ചാലും എത്ര വലിയ കോളുണ്ടായാലും കൂടെ ഒരുവൻ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ നിൽക്കാം. ഹല്ലേലൂയ. 46 സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. അപ്പൊ ഇരച്ചു കലങ്ങി പറയുന്ന വലിയ സമുദ്രം പോലെ പ്രതിസന്ധികൾ കയറി വരുമ്പോഴും എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്, ദൈവം കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ട്, ദൈവം ഇല്ലെന്ന് ചിന്തിക്കണ്ട. എന്നിട്ടും എന്താ കാറ്റടിക്കുന്നുള്ളതായിരിക്കും നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. ഈ എസ്കേൽ പ്രവാചകൻ കർത്താവ് പറഞ്ഞിട്ട് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്കേൽ പ്രവചനം 37 7 വാക്യത്തിൽ വന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ പ്രവചിക്ക്, ഈ അസ്ഥികളെ നോക്കി, അസ്ഥി താഴ്വരയിൽ നിന്നുകൊണ്ട് നീ പ്രവചിക്കും. എന്നെ സംഭവിച്ചെന്നറിയാമോ? എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഒരു ഭൂകമ്പം ഉണ്ടായി. ആമേൻ. അപ്പൊ പ്രവചിച്ചപ്പോൾ സംഭവിച്ച ഒരു ഭൂകമ്പമാണ്. ചെറിയ കാര്യമാണോ ഒരു ഭൂകമ്പം എന്ന് പറഞ്ഞാൽ? ഭയപ്പെടുത്തുന്നതാണ്. തകർത്ത് കളയുമോ? അത് ആരെയും തകർത്ത് കളയാം. ഭൂകമ്പമാണ് ഉണ്ടായത്. അടുത്ത കാര്യം കേട്ടോണം, അസ്ഥിയോട് വന്നു ചേർന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പൊ ഭൂകമ്പമാണ് കടന്നു വരുന്നതെങ്കിലും അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അസ്ഥിയോട് ചേർക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ നിങ്ങൾക്കെതിരെ, നമുക്കെതിരെ ഭൂകമ്പം കയറി വന്നാലും, എത്ര വലിയ പ്രശ്നം കടന്നു വന്നാലും, അത് ഒരു ഭൂകമ്പമായിട്ട് വന്നാലും അതിനകത്ത് ദൈവം അസ്ഥിയോട് ചേർക്കും. മാംസവും ത്വക്കും പിടിപ്പിച്ച് ഒരു സൈന്യമാക്കി തന്റെ ജനത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തും. അതുകൊണ്ട് ഈ ഭൂകമ്പം നിങ്ങളെ തകർക്കാനല്ല, ഈ പ്രശ്നം നിങ്ങളെ ഉടയ്ക്കാനല്ല, നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് ഈ വലിയ കൊടുങ്കാറ്റല്ല. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ വലിയ ശോധനയെ കൂടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും യോബ് പ്രതീക്ഷിച്ചിട്ടില്ല തനിക്ക് ഇത്രയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ശോധനയെ കൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം 37-21 വാക്യത്തിൽ, ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. ഹല്ലേലൂയ. എന്നെ സഹായിക്കുവാനും എന്നെ വിടുവിക്കുവാനുമുള്ള ദൈവത്തിന്റെ വെളിച്ചം എൻ്റെ നേരെ വരുന്നില്ല. ഞാൻ ഇരുട്ടിനകത്തിരിക്കുകയാണ്. ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നില്ല, പക്ഷെ ഒരു കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. യോബിന്റെ പുസ്തകം 37-21 വാക്യമാണ്. ഒരു കാറ്റ് കടന്ന്. അപ്പൊ ഒരു കാറ്റ് വന്നാൽ ഈ കാർമേഘം മാറിക്കോളും. അപ്പൊ കാർമേഘത്തെ കൊണ്ടുവരാനും കാറ്റിന് കഴിയും, കാർമേഘത്തെ മാറ്റാനും കാറ്റിന് കഴിയും.
അപ്പൊ യോബ് പറയാണ്, ഒരു കാറ്റ് കടന്ന് എനിക്ക് വേണ്ടിയുള്ള വെളിച്ചം തെളിവാക്കുന്നു. ഇന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കണം, 38 അധ്യായം 1 വാക്യത്തിൽ, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ വന്ന് യോബിനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കണം, ദൈവം ഇറങ്ങി വരും ഒരു കാറ്റിലൂടെ. നാം ഭയപ്പെടുന്ന കാറ്റായിരിക്കാം, പക്ഷെ അതിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരും, യോബിനോട് സംസാരിക്കുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് കടക്കുകയാണ്. ഫറവോന്റെ മിസ്രൈമിൽ നിന്നും ചെങ്കടൽ വഴിയായി കടക്കാൻ നേരത്ത് വളരെ ഭയപ്പെട്ട് നിൽക്കുക. വലിയ കടലിന് മുമ്പിൽ നിൽക്കുന്നു. കൊല്ലാൻ വരുന്ന മിസ്രൈമിൽ സൈന്യം പുറകെ വന്നിരും. ദൈവം ഒരു കാറ്റിനെ അടുപ്പിച്ചു, ഒരു കിഴക്കൻ കാറ്റിനെ തന്നെ അടുപ്പിച്ചെന്ന് പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിലുണ്ട്. കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ ആ സമുദ്രം തന്നെ കീറി മുറിച്ച് 2 വിഭാഗിച്ച് ഉണങ്ങിയ നിലമാക്കി. അപ്പൊ ദൈവത്തിന് ഒരു കാറ്റടിപ്പിച്ചാൽ മതി നമുക്ക് വേണ്ടി വഴി തുറക്കാൻ അവൻ കാറ്റിനെ ഉപയോഗിക്കും. കാടപ്പക്ഷിയെ കൊണ്ടുവരാൻ വേണ്ടി അവൻ കാറ്റിനെയാണ് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. അപ്പം എല്ലാ കാറ്റുകളും ദോഷത്തിനും തകർച്ചയ്ക്കുമല്ല, നന്മയ്ക്ക് വേണ്ടി. യോബും നോഹയും അവനോട് കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളും ഉൾപ്പെട്ട പെട്ടകം ഒരു കാറ്റടിപ്പിച്ച് ആ പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കുകയായിരുന്നു. അതുവരെ ഒഴുകി നടന്ന എവിടേക്കെന്നില്ലാതെ പോയിക്കൊണ്ടിരുന്ന പെട്ടകത്തെ ദൈവം ഒരു കാറ്റടിപ്പിച്ച് ഉറപ്പിച്ചു. അപ്പൊ എല്ലാ കാറ്റും തകർക്കാൻ വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടി. ദൈവമക്കളുടെ ജീവിതത്തിൽ ഞാൻ പറയാം, ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ കാത്തിരിക്കുന്നവരും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരും ദൈവത്തിന്റെ ആലോചന അനുസരിക്കുന്നവരും, അവർക്കെതിരെ കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, വേറെ ആർക്കും ഇല്ലാത്ത കാറ്റ് വരും. പക്ഷെ ദൈവം അവരെ ഉറപ്പിക്കും. അത് ഭൂകമ്പമായിട്ട് വന്നാലും ദൈവം ചെയ്യേണ്ട ചില പ്രവൃത്തി അതിനകത്ത് ദൈവം ചെയ്യും. അതുകൊണ്ട് വിശ്വസിക്ക്, ഇന്നത്തെ കാറ്റുകൾ, കോളങ്ങൾ, പ്രതികൂലങ്ങൾ ദോഷത്തിനല്ല, നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുകയാണ്. അത് വിശ്വസിക്കുക. അത് നന്മയ്ക്ക് വേണ്ടി ദൈവം മാറ്റാൻ പോകുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഞായറാഴ്ചയല്ലേ ഒരു വലിയ ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയിലൂടെ ദൈവം ചെയ്യട്ടെ, നന്മയ്ക്ക് വേണ്ടി ദൈവം അത് ചെയ്യട്ടെ. മറക്കണ്ട, ഈ ഞായറാഴ്ച രാത്രി 10 മുതൽ 11 വരെ ഓൺലൈൻ വഴിയായിട്ട് വർഷിപ്പും ആരാധനയും വചന ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷയൊക്കെ നടത്തപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സൂം വഴിയായിട്ടാണ്. സൂമിന്റെ ലിങ്ക്, പാസ്വേഡ് ഒക്കെ ഇട്ടാണുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ID-യും പാസ്വേഡും ഉണ്ട്. ഇല്ലാത്തവർ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഇന്ന് രാത്രി നിങ്ങൾ ജോയിൻ ചെയ്യണം. ദൈവം നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവസാന്നിധ്യം ഉണ്ട്, ഇറങ്ങി വരും. അത് നിങ്ങളെ ആ അടുത്ത മേഖലയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള കാറ്റായിട്ട് മാറും. പ്രിയ കർത്താവേ, ഞങ്ങൾ ആ വചനം ഏറ്റെടുത്ത് വിശ്വസിക്കുകയാണ്. ഭൂകമ്പം വന്നിട്ട് അസ്ഥിയോട് ചേർത്തതുപോലെ, അകറ്റിക്കളയുകയല്ല, ചേർത്ത് നിർത്തിയതുപോലെ, ഈശാനമൂലം കൊടുങ്കാറ്റടിപ്പിച്ച് തന്റെ ദാസൻ തകരുവാനല്ല, അപ്പുറത്തേക്ക് വാഗ്ദത്തം കേൾപ്പിച്ച് മറുകര എത്തിച്ചതുപോലെ ഈ സാഹചര്യത്തിന് വേണ്ടി കൊടുങ്കാറ്റടിപ്പിച്ച്, വലിയ കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് ചെങ്കടലിനെ കീറിമുറിച്ച് വഴിയൊരുക്കിയതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, യോബിന് വേണ്ടി കാറ്റിൽ ഇറങ്ങി വന്നവനെ സംസാരിച്ച് നന്മകൾ മടക്കി കൊടുത്തതുപോലെ, അതുപോലെ കർത്താവേ, സകല പ്രതിസന്ധിക്കകത്തുനിന്നും ഞങ്ങൾക്ക് വേണ്ടി നീ കാറ്റിനെ അടുപ്പിച്ച്, ആമേൻ, ഈ പ്രതിസന്ധിയുടെ കാറ്റിനെ അനുകൂലവും നന്മയുമാക്കി മാറ്റാൻ പോകുന്നതിനായി നന്ദി. സകല നന്മയ്ക്കായി ഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി ചെയ്യും. കർത്താവിനെ സ്തുതിക്കുക. ഇന്ന് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ.